ജനാർദ്ദനക്കുറിപ്പിന് മന്ത്രസിദ്ധി തന്ത്രത്തിലെ തമിഴ് മാന്ത്രികാൽപ്പം പേജ് 590 24ാമത്തെ ആങ്കാള പരമേശ്വരി മന്ത്രം. റീം സൗം ക്ലീം ഐം ഓം നശി നശി ഉം ഇം വശി ശിവ പടു ഉം അം കം ശിം. ഈ മന്ത്രത്തെ പഞ്ചലോഹ തകിടിലെഴുതി വെള്ളിയാഴ്ച രാവിലെ കുളിച്ച് അങ്കാളമ്മൻ കോവിലേക്ക് പോയി ദർശനം ചെയ്തു വന്ന് അന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ വ്രണായിരുന്നു. രാത്രി 8 മണിക്ക് മേൽ കുളിച്ച് ഒരു മുറി മെഴുകി കളം വരച്ച് നെയ്യ് വിളക്ക് കൊളുത്തി ചക്കടത്തെ ഒരു പലകമേൽ വെച്ച് പാൽ, തൈര്, നെയ്യ്, പഴം, പഞ്ചാമൃത, ഇളനീര്, ഈന്തപ്പഴം, കരിപ്പഞ്ചാറ്, വിഭൂതി, ചന്ദനം എന്നിവ വെച്ച് കൊണ്ട് അഭിഷേകം ചെയ്ത് പട്ടുവസ്ത്രം ചാർത്തി ഊതുവത്തിയേറ്റി വെച്ച് തേങ്ങ, പഴം, ബെല്ലം, വെറ്റിലപ്പാക്ക് ഇവകളെ നിവേദ്യം കൊടുത്ത് ധൂപദീപം കാട്ടി താഴെ പറയുന്ന ഉഗ്രവചനത്തെ 5 തവണ ജപിക്കാം. ഓം ഹരി ഓം മാങ്കാള പരമേശ്വരി രണഭദ്രകാളി കപാലി ശൂലി ഓം ഗ്രാമദേവി പോനകെട്ട് പിൻകെട്ട് ഇടത് മാനക്കെട്ട് വലതു മാനക്കെട്ട് 8 ദിക്കും 16 കോണമും കട്ടിനേൻ എന്നെതിരെ വന്ന സർപ്പത്തിനത് വായ്ക്കട്ടിനേൻ പക്കത്തിൽ വന്ന പകയാളിയെ ഉടലൈക്കട്ടിനേൻ ഉയരൈക്കട്ടിനേൻ കാമത്തെ കട്ടിനേൻ ഊർക്കാക്കും ഗ്രാമദേവി ആളൈക്കട്ടിനേൻ ഇതേ കട്ടുകെട്ട് ഗുരുനാഥനുടയ കട്ടുകെട്ട് ഉമ്പട സ്വഹ. ഈ മന്ത്രം 5 പ്രാവശ്യം ചൊല്ലി ശർക്കര പൊങ്കൽ നിവേദിച്ച് മൂലമന്ത്രം ജപിക്കണം. മൂലമന്ത്രം അം ഉം ഓം ഇം റീം ഷിം ഓം അങ് എഴുതാനശി വിളകാഴുവ നശിമശിയും ക്ലീം ശിരി ഞാൻ നിനയിത്ത പൂതടിയും പേയ് ശൂന്യങ്ങളെ പിടിപിടി നശി നശി ആൾക്കു ആൾക്കു ശിയമവ നശി ഷൗം ക്ലീം ഐം ഉം അംശി റാം ഓം നശി നശി ഉം പടു സ്വാഹ. ഈ മന്ത്രത്തെ ദിവസം 108 വീതം ജപിച്ച് ദീപാരാധന ചെയ്ത് എഴുന്നേറ്റിരുന്ന് സ്വാമിമഠങ്ങൾക്ക് പലഹാരങ്ങൾ വെച്ച് അങ്കാളി പരമേശ്വരിയെ വിചാരിച്ച് പൂജ നൈവേദ്യം കൊടുത്ത് പിന്നെ പലഹാരങ്ങളെയും അന്നവും കഴിക്കാം. അടുത്ത ദിവസം മുതൽ 2 നേരം ഭക്ഷണം കഴിക്കാം. രാത്രി 8 മണിക്ക് മേൽ ഊതുവത്തി കത്തിച്ച് വെച്ച് ജപിക്കണം. 5000 ഊരു തികഞ്ഞാൽ വിശേഷ പൂജ ചെയ്ത് സ്തോത്രം ചൊല്ലണം. അതുകൊണ്ട് ഏവൽ, പില്ലി, ശൂന്യം, കുട്ടിച്ചാത്തൻ, മറ്റു ബാധകളെല്ലാം ദുഷ്ടദേവതകളെ കൊണ്ട് ബാധകളും ഈ മൂലമന്ത്രം ചൊല്ലി 108 തവണ ജപിച്ച് നെറ്റിയിൽ കൈവയ്ക്കുകയോ വെള്ളം തെളിക്കുകയോ ഗുരുതി തെളിക്കുകയോ മറ്റോ ചെയ്താൽ എല്ലാം ഒഴിവാകും. ബാധയുള്ളയാൾക്ക് സുഖമാകും. ഹനുമാൻ ഉപാസനാ മന്ത്രം. രാത്രി 9 മണിക്ക് മേൽ കുളിച്ച് ഒരു മുറി ശുദ്ധമാക്കി മെഴുകി നെയ്യ് വിളക്ക് വെച്ച് ഹനുമാൻ്റെ പടം വെച്ച് പഴം, പഞ്ചാമൃതം, ഇളനീർ, ഈന്തപ്പഴം, തേങ്ങ, ബെല്ലം, വെറ്റിലപ്പാക്ക്, കടലച്ചുണ്ടൽ, വട, പായസം, ശർക്കര പൊങ്കൽ, ഊതുവത്തി, കർപ്പൂരം, സാമ്പ്രാണി, പൂക്കൾ ഇവയെല്ലാം വെച്ച് പടത്തെ ദീപാരാധന ചെയ്തു ഓം മാറു മാറു ശൂയം യഗവതി സ്വഹ. ഇലങ്കയിൽ ഹനുമാൻ ലക്ഷമഞ്ച് സ്വഹ. ഓം ഓങ്കാര ഹനുമാൻ ഉദ്ദണ്ഡ ഹനുമാൻ ഗണ്ഡ മരുതമേ എതിർത്താരെക്കൊല്ലു എനക്കു മുന്നേ നില്ലു പക്കത്തിലൊളിയാതെ കാകിനി ടാകിനിയെ കട്ടേരിലെട്ടൂണി കുത്തൂണിയെ ബ്രഹ്മരാക്ഷസിയെ മറ്റുമുണ്ടാനാം ഭൂതപ്പിശാചിയെ താനെറിയ നെറിന്ത് ഉയരൈ പിശന്ത് ആർപ്പെരിഞ്ഞു നില്ലു അവർ പോരൈ ചൊല്ലി ഇവൻ കട്ടിടവേ പിശകാമൽ നില്ലു വരും പൊയ്യെ കൊന്ന് ഉദരബലി രുദ്രബലി കൊണ്ട് രാമനുടെ മുഖം കണ്ട പുരാക്കിരമ്മ പോലെ ആർപ്പരിത്ത് നില്ല് ഇന്നനെ കൊണ്ടുവാ രാമനെ കൊണ്ടുവാ ബ്രഹ്മാവെ കൊണ്ടുവാ അരിയെ അഴൈത്തുവാ അരനെ അഴൈത്തുവാ ഉൻ ആങ്കാരമെങ്കെ ആർപ്പറിത്തു അധിക കോപത്തുടൻ പിശാചി മുടിവില്ലടി വായിൽ പല്ലു തീര അടിയടി മുട്ടുമുട്ട് വിണ്ണതിര മുട്ട് പേയ് പിശാച് പേശ അതട്ട് അടിയടി കട്ടുകെട്ട് ഹനുമന്ത രാമരടിയറിയ പരമേശ്വരം പാതാറിയ പിശാചൈക ശക്തി കൊല്ല് ഒടിയൊടി ഒളിയാമൽ എൻ മുന്നേ കൊണ്ടോടി വാ വേതാളഭൂതമു കടകട എൻ കിടുകിട് എൻ നടുനടങ്ക കോവിത്ത് അച്ചരൈക്കച്ചൈ കൊണ്ട് കെട്ട് എന്നർത്ഥം. നെരുപ്പെഴുതപ്പാർ തീയെഴുപ്പാർ തീയെഴു പേശിയെന്നിടം കൂടിയിരുന്ന് എതിർത്ത് ഭൂതം പിശാചുക്കളെ കയ്യാൽ കശക്ക് ആവേശു അതട്ടിപ്പേശു പേശാത പയ്യൈ ഉദര ബലിയിട്ട് വാവ എൻ മന്ത്രം ഉള്ളതേയ് രാമർ പാദമറിയ പരമേശ്വരൻ പാദമറിയ മുന്നയിന്ത് നില്ല് സ്വഹ. മൂലമന്ത്രം ഓം അം ശം മം ഹനുമന്തരായ ഓം. 1500 ഒരു ജപം. ഇനി നാളെ